ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരലോകമെന്ന വിഷയത്തിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മരണവും പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പും അവിടെ മനുഷ്യരുടെ വ്യത്യസ്ത മുഖഭാവങ്ങളും പരിശുദ്ധ ഖുർആനിൽ യൗമുൽ ഖിയാമത്തുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള അതിൻ്റെ നിരവധി നാമങ്ങളും അവസാനമായി നാം സൂചിപ്പിച്ചത് ശഫാഅത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുമാണ്. ഇന്ന് നാം ഏറ്റവും കൂടുതൽ പരലോകത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ നാവിൽ വരാറുള്ള വിചാരണ, ഹിസാബ്, കർമ്മരേഖ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും വന്നിട്ടുള്ള ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ഈ വിഷയം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള പല കാര്യങ്ങളോടും ചേർത്തി വെച്ചുകൊണ്ടാണ് അള്ളാഹു കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവിടുത്തെ വിചാരണയുടെ രൂപം, എന്തായിരിക്കും അവിടുത്തെ ചോദ്യം ചെയ്യലിൻ്റെ രീതി, നമ്മുടെ കൈകളിലേക്ക് നൽകപ്പെടും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കർമ്മരേഖയുടെ രൂപം എന്താണ് എന്നൊന്നും നമുക്ക് ഇന്ന് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതാണ് ഖുർആനിൻ്റെ ശൈലി. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ പാകത്തിന് ചില പദപ്രയോഗങ്ങൾ ആ വിഷയത്തിൽ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഏകദേശം 115ഓളം സ്ഥലങ്ങളിലാണ് വിചാരണയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. എന്തുകൊണ്ടാണ് വിചാരണയെപ്പറ്റി ഖുർആൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് ഞാൻ ഓതിയ സൂറത്തു അൽ ബഖറയുടെ 284 ആയത്തിൽ ഉള്ളത്. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹിൻ്റെതല്ലാത്ത ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് ഉള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെ ആ ഒരു പദപ്രയോഗം കൊണ്ട് തുടങ്ങിയിട്ടാണ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു. വഇൻ തുബ്ദൂ, നിങ്ങൾ വെളിവാക്കുകയാണെങ്കിൽ, മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിലും, യുഹാസിബുകും ബിഹില്ലാഹ്, അള്ളാഹു തീർച്ചയായിട്ടും അത് വിചാരണ ചെയ്യുന്ന. കാരണം അള്ളാഹിൻ്റെതാണ്, അള്ളാഹുവിന് ചോദിക്കാൻ അവകാശമുണ്ട്. നമ്മൾ ഒരാളെ ഒരു കാര്യത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം അയാൾ നിർവഹിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഖലായിഫുകളെ, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രതിനിധികളായിട്ട് ഒന്നാമത്തെ ഖലീഫയായിട്ട് ആദം അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും അതിനുശേഷം പിന്തുടർച്ചക്കാരായിട്ട് മുഴുവൻ മനുഷ്യരെയും ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചത് കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അത് അവർ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ അള്ളാഹുവിന് അവകാശമുണ്ട്. എന്നിട്ട് അള്ളാഹു ചേർത്തി പറയുന്ന ഒരു കാര്യം, ഫയഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പാപമോചനം നൽകുന്നു, വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്.
അതൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണ്. ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് വഹും ലാ യുദ്ലമൂൻ. ആരോടും അള്ളാഹു അക്രമം കാണിക്കില്ല. ഇതിൻ്റെ യുക്തിയെപ്പറ്റി നമുക്ക് കാണാം. ഒന്ന്, നമ്മളെ ബോധ്യപ്പെടുത്തലാണ്. നമ്മളെ അള്ളാഹു ബോധ്യപ്പെടുത്തുക എന്നതാണ് വിചാരണയുടെ ലക്ഷ്യം. ഒരാളെ വിചാരണ ചെയ്യുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞാനിതിന് അർഹനാണ്, എനിക്ക് ശിക്ഷ നൽകാൻ അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലം നൽകാൻ ഞാനിതിന് യോഗ്യനാണ് എന്ന് ഒരാളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശ്യം. അപ്പോൾ പരലോകത്തെ വിചാരണയുടെ അവസ്ഥയെപ്പറ്റി ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സ്ഥലങ്ങളിൽ പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, എല്ലാവരും അള്ളാഹുവിങ്കലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ. ഫയുനബ്ബിഉക്കും, അള്ളാഹ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പറഞ്ഞത്. ആ ബോധ്യപ്പെടുത്തലാണ് വിചാരണയിലൂടെ നടക്കുന്നത്. നമ്മളോട് തന്നെ ചോദ്യം ചോദിച്ച്, നമ്മുടെ തന്നെ കർമ്മരേഖ നമ്മുടെ കൈകളിലേക്ക് തന്ന്, എന്നിട്ട് വായിച്ച് നോക്കാൻ പറഞ്ഞ്, അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് വിചാരണയിലൂടെ, കർമ്മരേഖ നമ്മുടെ കൈകളിലേക്ക് നൽകപ്പെടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ വിചാരണ എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ ഹലക. ചോദ്യം ചോദിക്കേണ്ടതുപോലെ ഒരാളെ ചോദ്യം ചെയ്താൽ അയാൾ നശിച്ചത് തന്നെ. അത് നമുക്കറിയാലോ. നമ്മളോട് നിരന്തരം എല്ലാ കണക്കും പറയണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മുഷിപ്പാണ്, നമുക്കത് കഴിയാത്ത കാര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും കണക്ക് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാത്തൊരു വിഷയമാണ്. പക്ഷെ അങ്ങനെ ഒരാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും എത്തിക്കുക. ഫഖുൽതു യാ റസൂലല്ലാഹ് അലൈസ ഖദ് ഖാലല്ലാഹ്, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്. എന്താ, ആരുടെ കരങ്ങളിൽ, ആരുടെ വലങ്കരങ്ങളിലാണോ അവൻ്റെ ഗ്രന്ഥം നൽകപ്പെടുന്നത്, അവനെ യസീറായ എളുപ്പമുള്ള വിചാരണ നടത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തതെന്നറിയോ? ഇന്നമാ ദാലിക്കൽ അർളു വലൈസ അഹദൻ യുനാഖിഷുൽ ഹിസാബ യൗമൽ ഖിയാമ ഇല്ലാ ഉദ്ദിബ. അത് കേവലം ഒരു പ്രഹസനം മാത്രമായിരിക്കും, ഒരു പ്രദർശനം മാത്രമായിരിക്കുന്നതാണ്. അതിൽ കൃത്യമായ കണക്ക് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു നിവേദനത്തിൽ കാണാം, വളരെ ലളിതമായിരിക്കും. കൃത്യമായി കണക്ക് ചോദിക്കപ്പെടുകയും കർക്കശമായ വിചാരണ നേരിടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ഇല്ല ഉദ്ദിബ, അയാൾ എന്തായാലും ശിക്ഷിക്കപ്പെടുന്ന. കാരണം അയാളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷക്ക് കൊണ്ടുപോകേണ്ടതുള്ളൂ. മറ്റാളെ ചോദിക്കൊന്നും വേണ്ട. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെയും റഹ്മത്തിൻ്റെയും അവൻ്റെ കാരുണ്യത്തിൻ്റെയും അളവ് വിശദീകരിക്കുന്ന ധാരാളം പരാമർശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കും. എന്നാൽ പരലോകത്ത് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വലിയ കാരുണ്യത്തിന് അർഹരായിത്തീരും എന്ന് ഹദീസുകളിൽ കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുദ്നിയൽ മുഅ്മിൻ ഫയളഉ അലൈഹി കത്ഫഹു വയസ്തുറുഹു ഫയഖൂലു അതഅരിഫു ദംബ കദാ വകദാ. ഒരു കുറ്റം ചെയ്ത, തെറ്റ് ചെയ്ത പാപിയായ മനുഷ്യനെ അള്ളാഹു ചേർത്ത് നിർത്തിയിട്ട് അവനോട് ചോദിക്കും, ഇന്നാൽ ഇന്ന കുറ്റങ്ങളൊക്കെ നീ ചെയ്തിരുന്നില്ലേ? ഇന്നാൽ ഇന്ന കുറ്റങ്ങളും തെറ്റുകളും വഞ്ചനയും ചതിയും അങ്ങനെ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ. ഫയഖൂലു, അവൻ പറയും, നഅം, അതേ പടച്ചോനെ, ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ റബ്ബി, ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അവൻ അവൻ്റെ തിന്മ സമ്മതിക്കുകയും എന്നിട്ട് വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക, ഇനി പടച്ചറമ്പിൻ്റെ മുമ്പിൽ ഒരു രക്ഷയും ഇല്ലെന്നവന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നൊരു സമയത്തുനിന്നാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതേ റബ്ബേ. എന്നിട്ട് അവൻ സ്വയം പറയും, ഇനി രക്ഷയൊന്നുമില്ല. ആ സമയത്ത് സതർതുഹാ അലൈക ഫിദ്ദുന്യാ,
ദുനിയാവിൽ അതാരും അറിയാതെ ഞാൻ മറച്ചു വെച്ചിരുന്നു. ആളുകളുടെ തിന്മ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അള്ള മറച്ചു വെച്ചതിനെ നമ്മൾ ആളുകൾക്കിടയിലേക്ക് വലിച്ചിഴച്ച് വഷളാക്കരുത്, മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്നൊക്കെ ധാരാളം ഹദീസുകളിൽ കാണാം. പടച്ചോൻ ചില ആളുകൾക്ക് മറച്ചു വെച്ചു കൊടുക്കും, അവരുടെ തിന്മകൾ അങ്ങനെ നിന്നോട്ടെ, നമ്മളത് അറിഞ്ഞു വിചാരിച്ച് നാട്ടുകാരോട് മൊത്തം പറയാൻ നിൽക്കരുത്. ആളുകൾ അത്തരം തിന്മകൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ പോലും നമ്മൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണം നിന്നിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നമാണത്. ഈ ഹദീസും അതേപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വേറെ ചില ഹദീസുകളൊക്കെ പ്രത്യേകിച്ച് പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. ആരുടെയെങ്കിലൊക്കെ വഷളത്തരങ്ങളും തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും അയാൾ തൗബ ചെയ്താൽ പോലും നമ്മൾ അയാളെ വെറുതെ വിടൂല എന്നാണ്. അപ്പൊ അള്ളാഹു അത് മറച്ചു വെച്ചിട്ടുണ്ട്, സാരല്ല, പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് അവിടെ പറയുന്നു, പരലോകത്ത് പറയുന്നു, അന അഗ്ഫിറുഹാ ലക്കൽ യൗം, ഞാനത് നിനക്ക് പുറത്തുനിന്നിരിക്കുന്നു എന്നാണ്. അപ്പോ ഒരു വിചാരണ നേരിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഫയുഅ്താ കിതാബ ഹസനാതിഹി, അതാണ് അവന്റെ നന്മയുടെ ഗ്രന്ഥം അവനിലേക്ക് കൊടുക്കും. തിന്മകളുണ്ടാവും, അതോടൊപ്പം നന്മയുണ്ടാകുമ്പോഴാണ് ആ തിന്മകളെ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു രംഗം തുർമുദിയും മുഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അന്ന റജുലൻ ഖഅദ ബൈന യദൈൻ നബി, പ്രവാചകന്റെ സന്നിധിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. ഫഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നലി മംലൂകീന, അവരൊക്കെ വിചാരണ കേൾക്കുമ്പോൾ, ഹിസാബിനെ പറ്റി ഓർക്കുമ്പോൾ, പരലോകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരവരിലേക്ക് ഒതുങ്ങി നിന്ന് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിരുന്നു എന്നാണ് ഈ ഹദീസുകൾ കാണിക്കുന്നത്. ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറയപ്പെടാറുണ്ടല്ലോ, സ്വയം വിചാരണ ചെയ്യണമെന്ന്. വിചാരണയെപ്പറ്റി കേൾക്കുന്ന സഹാബികൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് ചില വേലക്കാരുണ്ട്, അല്ലെങ്കിൽ അടിമകളുണ്ട്, യുകദ്ദിബൂനനി വയഖൂനൂനനി വയഅസൂനനി, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, അവരെന്നെ വഞ്ചിക്കാറുണ്ട് എന്ന് എനിക്കറിയാം, അവരെന്നെ പലപ്പോഴും നിഷേധിക്കാറുണ്ട്, എന്നെ കളവാക്കാറുണ്ട്. അതേ പ്രകാരം തന്നെ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമ്പോൾ വ അഷ്തുമുഹും, എനിക്ക് അവരെ ചീത്ത പറയേണ്ടി വരും, വ അദ്രിബുഹും, ഞാൻ അവരെ അടിക്കേണ്ടി വരും, കൈഫ അന മിൻഹും, ഞാനും അവരും തമ്മിൽ പരലോകത്തുള്ള വിചാരണാ രംഗം എങ്ങനെയായിരിക്കും പ്രവാചകരെ? തൻ്റെ കീഴിൽ ജോലിയെടുക്കുന്നവരോട് അവരിങ്ങോട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് നബിയെ, എനിക്ക് അവരോട് അടിക്കേണ്ടി വരുന്നു, ചീത്ത പറയേണ്ടി വരുന്നു, അവരെ ജോലി എടുപ്പിക്കേണ്ടി വരുന്നു, എങ്ങനെയായിരിക്കും നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അവർ ചോദ്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, യുഹസബു മാ ഖാനൂക, വിചാരണ ചെയ്യപ്പെടും എന്തൊക്കെ മാ ഖാനൂക, അവർ നിന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് നോക്കും. വഅസൗക വകദ്ദബൂക, അവർ നിന്നെ നിഷേധിച്ചതും നിന്നെ കളവാക്കിയതും നിന്നോട് എതിര് കാണിച്ചതും ഒക്കെ കണക്ക് നോക്കും. എന്നിട്ട് വഇഖാബുക ഇയ്യാഹും, നീ അവരെ അങ്ങോട്ട് അതിന് പകരം ചെയ്ത ശിക്ഷയും അല്ലാഹു കണക്ക് നോക്കും. ഫഇൻ കാന ഇഖാബുക ഇയ്യാഹും ബിഖദ്രി ദുനൂബിഹിം കാന കഫാഫൻ ലക വലാ അലൈക, അത് വലിയ ക്രൂരകൃത്യം എന്ന നിലക്കൊന്നും പറയാൻ പറ്റുന്നതല്ല. നമുക്കറിയാലോ, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു അങ്ങോട്ട് ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങോട്ടൊന്ന് ചെയ്തു. അതേ അവസരത്തിൽ നമ്മൾ നമ്മുടെ കീഴിലുള്ള ആളാണ് എന്നുള്ള നിലക്ക് നമുക്ക് എത്രയും അടിക്കാം, എന്തും പറയാം, എത്ര ചീത്തയും പറയാം. അങ്ങനെ ചില ക്രൂരന്മാരായ ആളുകളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിന്നോട് അവരെന്ത് ചെയ്തോ ആ ചെയ്തതിന് കണക്കായ രൂപത്തിലേ നീ അവരോട് പ്രതികരിച്ചിട്ടുള്ളൂ എങ്കിൽ അവർക്കെതിരെ നിനക്കെതിരെ അവർക്കോ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. എന്നാലോ വഇൻ കാന ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം കാന ഫദ്ലൻ ലക, നീ വലിയ ചീത്തയൊന്നും പറയാറില്ല, നീ വലുതായിട്ടൊന്നും അവരെ പ്രഹരിക്കാറില്ല, അടിക്കാറില്ല, അവരിങ്ങോട്ട് ചെയ്തതിൻ്റെ അത്രയൊന്നും നീ അങ്ങോട്ട് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല എങ്കിൽ അത് നിനക്ക് നേട്ടമായിരിക്കും പരലോകത്ത്
ഇനിയോ വഇൻ കാന ഇഖാബുക ഇയ്യാഹും ഫൗക ദുനൂബിഹിം യഖ്തുസ്സലഹും മിൻകൽ ഫള്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നീ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ ചീത്ത വളരെ കൂടുതലാണ്, നീ അവരെ അടിച്ചത് വളരെ കൂടുതലാണ്, അവർ നിന്നോട് എതിര് കാണിച്ചതോ ചീത്ത പറഞ്ഞതോ നീ പറഞ്ഞത് കേൾക്കാത്തതൊക്കെ വളരെ കുറവാണ്. ഇങ്ങനെയാണ് എങ്കിൽ നിന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടും, നിന്റെ സൽക്കർമ്മങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും, അഥവാ നീ അവർക്ക് പകരം കൊടുക്കേണ്ടി വരും. കാല അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, ആ മനുഷ്യൻ ഇങ്ങനെ തേങ്ങിക്കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് മാ അജിദു ലീ വലിഹഉലാഇ ശൈഅൻ ഖൈറൻ മിൻ മുഫാറഖതിഹിം ഉശ്ഹിദുക്കും അന്നഹും അഹ്റാറുൻ കുല്ലുഹും. എനിക്ക് അവർ വേണ്ട നബിയെ, അവരില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, ഞാൻ അവരെ മോചിപ്പിക്കാം. ഇവരെയും കൊണ്ട് എനിക്ക് വിചാരണ നേരിടാൻ കഴിയില്ല, അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അവരെല്ലാം സ്വതന്ത്രരാണ്. ആ സ്വഹാബി തന്റെ കീഴിലുള്ള അടിമകളെ മൊത്തം സ്വതന്ത്രരാക്കി എന്ന് ഹദീസുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ കഴിയില്ല, വിചാരണ നേരിട്ടിട്ട് തൻ്റെ ഏതെങ്കിലും വൈകാരികമായ വിക്ഷോഭം കൊണ്ട്, മുൻകോപം കൊണ്ട് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മൊത്തം അവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന സ്വഹാബികളായിരുന്നു അത് എന്നാണ്. അപ്പോ വിചാരണ അവരെ സ്വാധീനിച്ചത് അങ്ങനെയാണ്. ശരി, വിചാരണയുടെ സമയത്ത് നമ്മൾ തർക്കിക്കുന്നതാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ തർക്കിക്കുന്ന സമയത്തായിരിക്കും മനുഷ്യരുടെ കൈകളിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നത് എന്ന്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻശിഖാഖിൽ, ഹേ മനുഷ്യരെ, തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ധാരാളം അധ്വാനം നടത്തിയവരാണല്ലോ. ഫമുലാഖീഹി, എന്നിട്ട് അവനെ കണ്ടുമുട്ടുന്നവരാണല്ലോ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെ വലങ്കൈകളിലാണോ അവന്റെ ഗ്രന്ഥം നൽകപ്പെടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവന്റെ വിചാരണ വളരെ ലളിതമായിരിക്കും, വളരെ എളുപ്പമുള്ളതായിരിക്കും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ തന്റെ കുടുംബത്തിലേക്ക് വളരെ സന്തോഷത്തോടെ തിരിഞ്ഞു ചെല്ലുന്നവരായിരിക്കും. അപ്പൊ വലത് കൈയിൽ ഗ്രന്ഥം നൽകുക, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക എന്നുള്ളത് മുമ്പ് ഈ പേര് വിശദീകരിച്ച സമയത്ത് നമ്മളൊന്ന് വിശദീകരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലതിനെ പറഞ്ഞിട്ടുള്ളത് നന്മയുടെ അടയാളമായിട്ടാണ്, ഇടതിനെ പറഞ്ഞിട്ടുള്ളത് തിന്മയുടെ അടയാളമായിട്ടാണ്. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹരി, ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങിക്കാൻ കൂട്ടാക്കാതെ അവർ പിറകിലേക്ക് കൈകൊണ്ടുപോകുമെന്നും, അങ്ങനെ ഇടത് ഭാഗത്തൂടെ അഥവാ പിറക് ഭാഗത്തൂടെ അവന്റെ ഗ്രന്ഥം നൽകപ്പെടുമെന്നും, ആ സമയത്ത് ഫസൗഫ യദ്ഉ സുബൂറ, സ്വന്തം നാശം അവൻ വിളിച്ചു വരുത്തുമെന്നും, വയസ്ലാ സഈറ, അവൻ നരകത്തോട് ചെന്നെരിയുമെന്നും, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ ഇന്നഹു ളന്ന അല്ലൻ യഹൂർ, അവനൊരിക്കലും ഒരു മടക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പരലോകം, അങ്ങനെ ഒരു വിചാരണ, ഇതൊന്നും അവൻ പ്രതീക്ഷിച്ചില്ല. അവൻ ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ഹാക്കയിൽ ഇതേപോലെ തന്നെ മറ്റു ചില പരാമർശങ്ങളുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ, സന്തോഷം കൊണ്ട് തന്റെ കയ്യിലുള്ള ഗ്രന്ഥം കൊണ്ടുപോയി കുടുംബക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന്, എനിക്കറിയാം ഇങ്ങനൊരു ലോകം വരും, ഒരു വിചാരണ ഉണ്ട്, ഒരു പരലോകമുണ്ട്, പടച്ചോന്റെ ദുനിയാവിൽ ജീവിച്ചതിന് പടച്ചോനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാ ജീവിച്ചത് എന്ന് ചിന്തിച്ച് തൻ്റെ കുടുംബക്കാരിലേക്ക് ഓടിച്ചെന്ന് സന്തോഷം പങ്കുവെക്കുന്ന ഒരാളെയാണ് വലങ്കയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഫഹുവ ഫീ ഐഷത്തിർ റാളിയ, അവർ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ ജീവിതത്തിലാണ് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. ഇനിയോ അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ,
ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ പറയുന്നത്, എനിക്ക് ഈ ഗ്രന്ഥം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അതിരിമാ ഹിസാബിയ, എന്റെ വിചാരണ ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. യാ ലൈതഹാ എന്ന് പറഞ്ഞാൽ ആ മരണത്തെ പറ്റിയാണ് എന്നാണ് പറയപ്പെടുന്നത്. മരണം എല്ലാറ്റിൻ്റെയും അന്ത്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. മരിച്ചങ്ങ് തീർന്നു പോയാൽ എന്ത് സുഖമായിരുന്നു. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ മരണം ഒന്നിൻ്റെയും അവസാനമല്ലല്ലോ. അതുകൊണ്ട് മാ അഗ്നാഅന്നി മാലിയ, എൻ്റെ സമ്പത്തെനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. സുൽത്താൻ എന്നത് അധികാരം, പ്രമാണം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒന്നും അവിടെ ഉപകാരപ്പെടൂല. ഞാൻ എൻ്റെ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു മടക്കവും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ഇടങ്കയിൽ അല്ലെങ്കിൽ പിറകു ഭാഗത്തുകൂടി ഗ്രന്ഥം ലഭിച്ചവർ പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാലൊരവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ് ഗ്രന്ഥം നൽകപ്പെടുന്ന അവസരത്തിലുള്ള വിഷയം. മാത്രല്ല, ഇഖ്റഅ കിതാബക യാ അബ്ദി അലാ മുഹ്ലിൻ ഫഹൽ തറാ ഫീഹി ഹർഫൻ ഗൈറ മാ കാന ലമ്മാ ഖറഅത വലം തുൻകിർ ഖിറാഅതഹു ഇഖ്റാറു മൻ അറഫൽ അശ്യാ ഇർഫാനാ. ആ ഗ്രന്ഥത്തിൽ നീ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നതാണ്. സൂറത്തു അൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യുന്ന വചനമാണല്ലോ, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ. എന്തൊരു നാശമാണ്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എല്ലാ ചെറുതും വലുതും അതിലുണ്ടല്ലോ എന്ന് അള്ളാഹുവിനോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഗ്രന്ഥം നൽകപ്പെടുന്ന സമയത്തുണ്ടാകുന്ന യുർസിലുല്ലാഹു സുഹഫൽ ഖൽഖി ഹാവിയതൻ അഅമാലുഹും കുല്ലു ശൈഇൻ ജല്ല ഔ സഗറ. ചെറുതാവട്ടെ വലുതാവട്ടെ പടച്ചോനൊക്കെ രേഖപ്പെടുത്തുന്നു. ഒക്കെ പടച്ചവനടുത്തുണ്ടാവും. കർമ്മങ്ങൾ നല്ലതോ ചീത്തയോ അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ പടച്ചവനടുത്ത് ഇതാണ് നിന്റെ ജീവിതത്തിന്റെ രേഖ എന്ന് പറഞ്ഞ് നമ്മളോട് സമർപ്പിക്കുന്നത് നമുക്ക് ഇഖ്റാർ ഉണ്ടാവുവാനാണ്, നമുക്ക് മൻ അറഫ, അവന്റെ കാര്യങ്ങൾ അവൻ അറിയുവാനാണ് എന്നാണ്, നമുക്ക് ബോധ്യപ്പെടാനാണ്. അല്ലാണ്ട് പടച്ചോന് ഇതറിയാം, പക്ഷെ നമ്മൾ സമ്മതിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മആദീറുകൾ, തർക്കങ്ങൾ, മുനാദറകൾ, വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പടച്ചവനോട് ദുനിയാവിൽ നമ്മൾ ആളുകളോട് എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ നമ്മളോട് തർക്കിക്കും. എല്ലാറ്റിനും ന്യായം പറയുന്നവർ തർക്കിച്ച് ജയിക്കും. ആ തർക്കം പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ഉണ്ടാവും. നിസ്കരിക്കാത്തതിന് ന്യായമുണ്ട്, സകാത്ത് കൊടുക്കാത്തതിന് ന്യായമുണ്ട്, അല്ലേ? അവന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും അവന് ന്യായമുണ്ട്. അവനോട് നമ്മൾ ഉപദേശിക്കാൻ പോയാൽ അവൻ നമ്മളെ വാദിച്ച് തർക്കിച്ച് തോൽപ്പിക്കും. അങ്ങനെ നാവ് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പരലോകത്തെത്തുമ്പോൾ പടച്ചവനോട് പറയും അവന്, പടച്ചവനെ എൻ്റെ അവസ്ഥ നീ അറിയില്ലേ, എനിക്ക് എന്തെല്ലാം കഷ്ടപ്പാടും ദുരിതങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എപ്പോഴാണ് നിസ്കരിക്കാൻ സമയം, അതിനിടയ്ക്ക് എനിക്ക് എപ്പോഴാണ് ഖുർആൻ പഠിക്കാൻ സമയം, അതിനിടയ്ക്ക് എനിക്ക് എപ്പോഴാണ് പടച്ചവനെ ഇബാദത്ത് എടുക്കാൻ സമയം, അതിനിടയ്ക്ക് എപ്പോഴാണ് പടച്ചവനെ ഹലാലും ഹറാമും നോക്കാൻ സമയം എന്ന് പറഞ്ഞ് അവന്റെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കാൻ നോക്കും. അള്ളാഹു തീർച്ചയായിട്ടും അവന്റെ വായടപ്പിക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അവന്റെ നിയോഗം ഓർമ്മപ്പെടുത്തുന്നത്, അവന്റെ കാതുകളിൽ അവന്റെ ദൗത്യം ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് അവനിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തൽ ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ പുറമേക്ക് ന്യായം പറഞ്ഞാലും അവന്റെ വാദങ്ങൾ ശരിയായിരുന്നില്ല എന്ന് അവന്റെ കൈകാലുകളും അവന്റെ കണ്ണും അവന്റെ കാലുകളും അവന്റെ വയറും അവന്റെ നെഞ്ചും സംസാരിക്കാത്ത അവന്റെ മറ്റ് അവയവങ്ങൾ ആ വിചാരണയിൽ പറയുന്ന. അതാണ് നമ്മൾ സൂറത്ത് യാസീനിൽ അൽയൗമ നഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ
വായകൾക്ക് സീല് വെക്കും. പിന്നെ സംസാരിക്കുന്നത് അവൻ്റെ തുടകളായിരിക്കും, അവൻ്റെ കൈകളായിരിക്കും, അവൻ്റെ കാലുകളായിരിക്കും എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഇൻദ റസൂലില്ലാ, ഞങ്ങൾ പ്രവാചകന്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫളഹിക, പ്രവാചകൻ പെട്ടെന്നൊന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഹൽ തദ്റൂന മിമ്മ അദ്ഹക്, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലൈഹി, അല്ലാഹു റസൂലല്ലാഹു, ഞങ്ങൾക്കറിയില്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരണയുടെ രംഗം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. വിചാരണയുടെ സമയത്ത് ഒരാൾ അല്ലാഹുവിനോട് പറയുന്നതാണ്, യാ റബ്ബ് അലം തുജിർനി മിനൽ ദുൽമ്, അല്ല ഒരിക്കലും എന്നോട് ദുൽമ് കാണിക്കില്ലെന്ന് റബ്ബേ, നിന്റെ വാഗ്ദാനമാണല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ നീ പറഞ്ഞിട്ടില്ലേ? ബല, ആണ്. ഫഇന്നി ലാ ഉജീസു അലാ നഫ്സി ഇല്ലാ ഷാഹിദൻ മിന്നി, ഞാൻ അംഗീകരിക്കില്ല. എന്ത്? ഞാൻ എന്നിൽ നിന്ന് ഞാൻ അംഗീകരിക്കുന്ന ഒരു സാക്ഷി മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയും. ശരി, നിന്റെ ഭാഗത്ത് നിനക്ക് ഉള്ള സാക്ഷി നിനക്ക് കൊണ്ടുവരാം. പടച്ചോൻ സാക്ഷി കൊണ്ടുവരുമ്പോൾ എന്തിനൊക്കെ കൊണ്ടുവരാം? ഭൂമിയെ കൊണ്ടുവരും, മറ്റാളുകളെ കൊണ്ടുവരും, നമ്മളെ സംസാരം കേട്ട മലക്കുകളെ കൊണ്ടുവരും, അല്ലേ? അതെഴുതി വെച്ച മലക്കുകളും ഗ്രന്ഥങ്ങളും ഒക്കെ കൊണ്ടുവരും. ശരി, ആ സമയത്ത് കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഷഹീദാ വബിൽ കിറാമിൽ കാതിബീന ശുഹൂദാ എന്ന് പറഞ്ഞ് ഫയുഖ്തമു അലാ ഫീഹി ഫയുഖാലു ലിഅർകാനിഹി ഫഖീ എന്നാണ്. ശരി, നിനക്ക് നിന്നിൽ നിന്ന് തന്നെ സാക്ഷികളെ തരാമെന്ന് പറഞ്ഞ് അവൻ്റെ വായക്കങ്ങ് സീല് വെക്കും. പിന്നെ അവനിൽ നിന്ന് തന്നെ സംസാരിക്കുന്ന അവൻ്റെ അവയവങ്ങളോട് സംസാരിക്കാൻ പറയും. അവയവങ്ങൾ പലതും പറയും. ആ അവയവങ്ങളുടെ സുഖത്തിന് വേണ്ടി കൈയിൻ്റെ സുഖം, കാലിൻ്റെ സുഖം, അവൻ്റെ മുഖത്തിൻ്റെ സുഖം, കണ്ണിൻ്റെ ആനന്ദം, കാതിൻ്റെ ആനന്ദം, കാതുകളൊക്കെ അങ്ങോട്ട് പറയും എൻ്റെ ആനന്ദമായിരുന്നവന് പ്രശ്നം, കണ്ണുകൾക്ക് ആനന്ദമായിരുന്നവൻ്റെ വിഷയം, കാലുകൾക്ക് ആനന്ദം, കൈകൾക്ക് ആനന്ദം. അങ്ങനത്തെ തിന്മകളിലേക്ക് പോയ ആളുകൾ അവസാനം ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഈ മനുഷ്യൻ പറയുന്നതാണ്, ബുഅ്ദല്ലകുന്ന, വല്ലാത്ത നാശമാണ് നിങ്ങൾ എനിക്ക് വരുത്തി വെച്ചത്. വസുഹക്കൻ ഫഅൻകുന്ന കുന്തു ഉനാദിർ, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ ഞാൻ ഈ പ്രതിരോധ സംരക്ഷണം തീർത്തു വെച്ചത്? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ ചെന്ന് നരകത്തിൽ പതിക്കാതിരിക്കാനായിരുന്നില്ലേ എന്ന് അവൻ പറയുന്ന സമയത്താണ് അവന് തന്നെ തിരിഞ്ഞ് സാക്ഷി നിൽക്കുന്ന ഒരു രംഗമോർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചിരിച്ചത് എന്നാണ്. മറ്റൊരു നിവേദനത്തിൽ കാണാം, ആ നേരത്തെ പറഞ്ഞ അള്ളാഹു നിന്നിൽ നിന്ന് തന്നെ സാക്ഷി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ ആലോചിക്കുന്നതാണ്, ആരായിരിക്കും എനിക്കെതിരെ സാക്ഷി പറയാന്നാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവൻ്റെ ശരീരം തന്നെ അവന് എതിരായി സാക്ഷി പറയുന്നത് എന്ന് കാണാം. മറ്റൊന്ന്, ഇങ്ങനെ കോടാനുകോടി മനുഷ്യർ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഈ മനുഷ്യന്മാരൊക്കെ പടച്ചോൻ ഇങ്ങനെ വിചാരണ, ഓരോരുത്തരോട് ചോദ്യം പറച്ചല്, നമുക്കിങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, പടച്ചോൻ അതൊക്കെ നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കുന്നവനാണ്. നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയുമൊന്നും അപ്രാപ്യമായ രൂപത്തിലായിരിക്കും അതൊക്കെ പ്രവർത്തിക്കുക എന്നാണ്. എന്ന ആയത്ത് നമ്മൾ ധാരാളമായി അതിൻ്റെ പശ്ചാത്തലം കേട്ടവരാണ്. ആ ആയത്ത് പ്രവാചകൻ ഓതിയത്, സ്വഹാബികൾ അത് കണ്ണ് നിറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമ മിനൻ നഈമി അൻ യുഖാല അലം നുസഹ്ഹി ലക ജിസ്മക വനുറവ്വിക മിനൽ മാഇൽ ബാരിദ്. തണുത്ത വെള്ളം കുടിക്കാൻ നമുക്ക് സൗകര്യമുണ്ട് എങ്കിൽ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അള്ളാഹു അത് ചോദ്യം ചെയ്യുന്നതാണ്. നമുക്കറിയാം, വിശന്ന് വലഞ്ഞ പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ലഭിച്ച ഭക്ഷണത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്താണിത്. തുമല തുസ്അലുന്ന, വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. അനിൻ നഈം. അപ്പൊ ചോദിക്കുന്നുണ്ട്, നബിയെ, വിശന്നിട്ട് കഴിച്ച ഭക്ഷണമല്ലത്. ശരി, അള്ളാഹു നൽകിയ ഒരിറക്ക് വെള്ളം നമുക്ക് തൊണ്ടക്കുഴിയിലൂടെ ഇറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദിയുള്ളവരായി തീരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, അറിയാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല.